ശിവുവാടി അമ്മച്ചിയുടെ നായര് ശിവുവിന്റെ കൊറേ നീ പെട്ടെന്ന് പറ ബാക്കിയൂടെ പറ. നീ അവന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നോണല്ലേ മോന്റെ അടുത്ത് പറഞ്ഞേരെ നല്ലല്ലോ അമ്മച്ചി നീ പറഞ്ഞേരെ 17 ഗ്യാസ് എനിക്ക് അവിടെ ഉണ്ട്. 17 ഗ്യാസ് കേട്ടല്ലോ. ഇവരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? വിനീഷ് മഠത്തിൽ എന്നാണ് ഫേസ്ബുക്ക് ഐഡി. വിനീഷ് എന്നാണ് അവനെ വിളിക്കുന്നത്. അവൻ ഏതോ ഒരു ഡമ്മർ കണ്ണന എന്താ ഹമ്മർ കണ്ണനുമായിട്ട് കൂട്ടുകൂടിയാണ് വിളിച്ച്. ഇനി എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. കുറെ പേർക്കൊക്കെ മറുപടി കൊടുക്കും. ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന പോസ്റ്റിൽ അടി വന്നിരിക്കുന്ന കമന്റുകൾ നമുക്ക് ഒരിക്കലും വായിക്കാനും സഹിക്കാനും പറ്റില്ല. വാട്സപ്പിൽ കോൾ വന്ന് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത കാര്യം വേറെ ആൾക്കാരെ കൊണ്ടാണ്. ഇവർക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കാക്കി കപ്പിൾസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്, ആമിയും ഷിബു. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ഏറെ സുപരിചിതരാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. ഞാനിപ്പോൾ ഉള്ളത് കിളിമാനൂർ ബസ് സ്റ്റാൻഡിലാണ്. ഇവരെ ഞാൻ വീണ്ടും മുമ്പിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ചില ഗുരുതരമായ വിഷയങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ആമി? സംഭവിച്ചത് ബസ് ജീവനക്കാർ തന്നെയാണ്. ഇതുവരെയ്ക്കും എനിക്ക് ബസ് ഫീൽഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ബസ്സിൽ ഓടിക്കുന്ന ഒരു ഡ്രൈവർ വശത്തു നിന്നാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം. നമ്മളെ രണ്ടുപേരെ ഫോട്ടോ എടുത്ത് അയാളുടെ അക്കൗണ്ടിലിട്ട് ചീത്തയായിട്ട് ഒരു പോസ്റ്റ് ഇട്ട്. എന്താണ് ഇട്ടേക്കുന്നത്? നമ്മുടെ രണ്ടുപേരെ ഫോട്ടോ ഇട്ടിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയാൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം അറിയത്തില്ല. അതാണ് നമ്മുടെ വിഷയം. ഷിബുവിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? ഒരു പരിചയമില്ല. എന്റെ നമ്പർ എവിടെ നിന്നാ തപ്പി പിടിച്ച് മെനഞ്ഞാന്ന് രാത്രി മുതൽ പള്ളുവിളി തുടങ്ങിയാണ്. ചീത്ത വിളി വേറെ ഒരാളും കൂടെ ഇതിന്റെ ഓണർ പൈസ കൊടുക്കണ്ടെന്നാണ് അവൻ പറയുന്നത്. അത് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല. ഓണർ പറയുന്നത് ഞാൻ എല്ലാം സെറ്റിൽമെന്റ് ചെയ്തു, നിങ്ങൾ അതിന്റെ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് പോയി നമ്മൾ അവിടെ നിൽക്കാനും പറഞ്ഞു. സ്റ്റേഷനിൽ ഇപ്പൊ ഇന്നലെ കൊടുത്തിട്ട് ഇന്നിപ്പോ വിളിച്ചിട്ട് പറയുന്നത് അവൻ പാലക്കാടാണ്. പാലക്കാട് നിന്ന് വരുമ്പോൾ നമുക്ക് സെറ്റിൽ ചെയ്യാം. അപ്പം പാലക്കാട് നിന്ന് വരുന്നവരെ നമ്മൾ ഈ കാണുകളെ തെറിവിളിയും കേൾക്കണം, പിന്നെ വോയിസ് കോള്, വീഡിയോ കോള്, വാട്സാപ്പ് നമ്പർ എല്ലാവർക്കും കൊടുത്ത് ഫോൺ ഓണാക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാട്സാപ്പിൽ കോൾ വന്ന് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത കാര്യം വേറെ ആൾക്കാരെ കൊണ്ടാണ് പച്ചയ്ക്ക് ചോദിക്കുന്നത്. തെളിവുണ്ടോ? തെളിവുണ്ട്. വാട്സാപ്പിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അല്ലാതെ കോൾ റെക്കോർഡിങ് കിടപ്പുണ്ട്. ചീത്തയാണ് വിളിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ എടി ഡാഷ് മോള് മറ്റേ മോള് എന്നാണ് വിളിക്കുന്നത്. എന്താണ് അവർ മെയിൻ ആയിട്ട് എങ്ങനെ അധിക്ഷേപിക്കുന്നുണ്ടോ? നമ്മളെ വന്ന് കൊല്ലും, നമ്മളെ ഓടാൻ സമ്മതിക്കത്തില്ല, നമ്മളെ രണ്ടുപേരും കൊല്ലും. നിന്റെ മുമ്പായിട്ട് അവനെ ചവിട്ടിക്കൂട്ടുന്നു. പിന്നെ വന്നിരിക്കുന്ന ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ അടി വന്നിരിക്കുന്ന കമന്റുകൾ നമുക്ക് ഒരിക്കലും വായിക്കാനും സഹിക്കാനും പറ്റില്ല. ഞാൻ എവിടെ വിറ്റാണ് ജീവിക്കുന്നത്. വയനാടൻ ബ്ലോഗ്സിന്റെ അടിയിൽ വരുമല്ലോ, സെയിം പരിപാടി. അത് മാത്രമല്ല, ഈ ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, നമുക്ക് അങ്ങനെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പറഞ്ഞ ഒരുപാട് പേര്, അതുപോലെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. എൻ്റെ പേര് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ പേര് തസ്ലീമ എന്നാണ്. ഞാൻ മാത്രമല്ല പേര് ഇങ്ങനെ ആമി എന്നാക്കിയത് നേരത്തെ ആമി എന്ന് തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാം കൊടുത്തിരിക്കുന്ന ഐഡി. അപ്പം ഇവിടെ വരുമ്പോഴും എല്ലാവർക്കും ആമി എന്ന് പറഞ്ഞാലേ അറിയാവൂ. അത് ആമി എന്ന് പറയുന്നത്. അപ്പൊ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അതുപോലെ തെളിവുകളുണ്ടല്ലോ. അതിന് കമന്റിൽ വന്ന് ഇവള് തസ്ലീമാണ്, മുസ്ലിമാണ്, ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്, ഞാൻ മാത്രം തീവ്രവാദിയാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഈ പറയുന്നവരാണ് യഥാർത്ഥത്തിലെ തീവ്രവാദികൾ. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ പോയിരുന്നു. സ്റ്റേഷനിൽ നിന്ന് രാവിലെ അവനെ വിളിച്ച് അതുവരെ സൈലന്റ് ആയിരുന്ന ഫോൺ ആ വിളിക്ക് ശേഷം വീണ്ടും അവരൊക്കെ ഇവിടെ ഹാജരാൻ പറ്റൂലെന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ഈ ഫോൺ ഓഫ് ചെയ്ത് വെക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ. ഒരാളെ പേടിച്ച് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ അതിലിങ്ങനെ വന്ന് ഉപദ്രവിക്കുന്നു. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. കുറെ പേർക്കൊക്കെ മറുപടി കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ അനുകൂലമാണോ? പോലീസ് സ്റ്റേഷനിൽ അനുകൂലമാണോ എന്ന് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഫേസ്ബുക്ക് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ ഒരുവിധം ഭയങ്കര ഇതല്ലെങ്കിലും ഒരുവിധം ലോക്ക് ചെയ്ത് പ്രൊഫൈല് ലോക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഇത് ആരാണ് ഇത്തരത്തിൽ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരം? വിനീഷ് മഠത്തിൽ എന്നാണ് അവന്റെ പേര്. വിനീഷ് മഠത്തിൽ എന്നാണ് ഫേസ്ബുക്ക് ഐഡി. വിനീഷ് എന്നാണ് അവനെ വിളിക്കുന്നത്. അവൻ ഏതോ ഒരു ഡമ്മർ കണ്ണനാ എന്താ ഹമ്മർ കണ്ണനുമായിട്ട് കൂട്ടുകൂടിയാണ് വിളിച്ച് ഭീഷണിയും എന്നെ വന്ന് എന്തോ ചെയ്യും, ഇദ്ദേഹത്തിനെ കൊല്ലും, അങ്ങനെയൊക്കെ പറയുന്നത്. അവൻ പറയുന്ന ഭാഷ നമുക്ക് പുറത്ത് പറയാൻ കൊള്ളത്തില്ല. റെക്കോർഡെല്ലാം കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ആ റെക്കോർഡുകൾ കേൾക്കാം. ശിവുവാടി ആരിത്? അമ്മച്ചിയുടെ നായര് ശിവുവിന്റെ കൊറേ നീ പറ, നീ പെട്ടെന്ന് പറ, ബാക്കിയൂടെ പറ. നീ പറഞ്ഞാ നിനക്ക് ബാക്കി പണയമല്ല നിനക്ക് വന്നിട്ട് അവിടെ വന്നിട്ട് അവന്റെ നിന്റെ മാപ്പിളക്ക് തീർത്തു കൊടുക്കാം. ഓ നീ ഒന്ന് നൂത്താടാ. നോക്കും അവനെ ആദ്യം നോക്ക് കേട്ടാ. ഹലോ അവിടെ സ്പീക്കർ ഇട്ടോ നീ ഹെഡ്സെറ്റ് വെച്ചിരിക്കല്ലേ. ഹലോ ഹലോ നീയൊക്കെ ഈ രാത്രി കിടന്ന് വിളിക്കാ, നീയൊക്കെ പകല് വാടാ. നിന്റെ മാപ്പിളയെ ഇത് നീ സ്റ്റേഷനിൽ വരണോടാ. നീ സ്റ്റേഷനിൽ നിന്നെ വരുത്തിക്കണാരും ഞാൻ എത്തിയേട്ടാ. കിളിമാനൂർ സ്റ്റേഷൻ നീ കണ്ടിട്ടില്ലല്ലോ, നിനക്ക് കാണിച്ചു തരാം ഞാൻ. 17 ഗ്യാസ് എനിക്ക് അവിടെ ഉണ്ട്. 17 ഗ്യാസ് ആവട്ടെടാ. നീയൊക്കെ നിന്റെ അമ്മച്ചിയൊക്കെ നിന്റെ അമ്മച്ചി നിന്നെ അതിനല്ല ഞാൻ വിളിച്ച. നീ മാളൂനെ വിളിച്ചെന്തിനാ ചീത്ത വിളിച്ച? ചീത്ത വിളിച്ചാ ഇല്ലേന്ന് എന്റെ റെക്കോർഡ് കിടപ്പുണ്ട്. അത് നീ എന്നാ നീ എനിക്കൊന്ന് അയച്ചാണ്. നീ അവളെ അതേപോലെ അയച്ചാണ്. ചീത്ത വിളിക്കാമെങ്കിൽ ഞാൻ അവളെ വിളിച്ചു. നീ പോയൊരു കേസ് വിടും കേട്ടാ. ഒരുത്തന്റെ ഭാര്യനെ നോക്കാൻ വന്നിട്ടില്ലേ, കിളവീനെ നോക്കാൻ വന്നിട്ട് അവന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നോണ്ടല്ലേ കണ്ടിട്ടില്ല. നീ മോന്റെ അടുത്ത് പറഞ്ഞേരെ. നീ നല്ലല്ലോ അമ്മക്ക് നീ പറഞ്ഞേരെ. നിനക്കൊക്കെ ചുണ ഉണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നീയൊക്കെ ചുണ ഉള്ള മകല് സമയത്ത് കിളിമാനൂർ സ്റ്റാൻഡിൽ എന്റെ മുന്നിൽ വാടാ. നീയൊക്കെ നിന്റെ മുമ്പോട്ട് നിന്റെ അമ്മക്ക് ഇവരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? ഇവർ യാതൊരു തരത്തിലും മറ്റോ അവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലല്ലോ. ഇല്ല. നമ്മൾ തമ്മിൽ നേരിട്ട് ഒരു ബന്ധവും ഇല്ല. ഈ ബസ്സിൽ നമ്മൾ പോയ സമയത്തല്ല അയാൾ പൊയ്ക്കൊണ്ടിരുന്നത്. അയാൾ ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ ഈ ബസ്സിൽ കയറുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഇവരെല്ലാം നമ്മളെങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെയും ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആർക്കും എതിരായിട്ട് നമ്മളൊരു കമന്റോ അല്ലെങ്കിൽ ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നും നമ്മൾ ഇതുവരെയ്ക്കും പോയിട്ടില്ല. നമ്മൾ ആ പോസ്റ്റുകൾ കയറി നോക്കുമ്പോഴോ അല്ലെങ്കിൽ റീൽസ് കയറി കാണുമ്പോഴോ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളൊരു ബസ്സിൽ നമ്മളെ ജീവിതം മാത്രമാണ് ഇടുന്നത്, അല്ലാതെ വേറെ ആരെയും ഉപദ്രവിച്ചുകൊണ്ടോ ഒന്നും. ഞാൻ ഇപ്പോൾ ഒരു രണ്ടാമത് വിവാഹം കഴിച്ചത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആദ്യം കല്യാണം കഴിച്ച ആൾ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്, അതാരും കാണുന്നില്ല. ഇപ്പൊ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ച ഒരു ജാതി വേറെ ആയതുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇതിന് എന്തൊരു മറുപടി പറയണമെന്ന് വെച്ചാലും അറിയത്തില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജാതി അധിക്ഷേപം മാത്രമല്ല, ഇവർ രണ്ടുപേരുടെ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ നിരവധി രീതിയിലുള്ള ഇവർക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. ഇവരെയൊക്കെ പോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്കപ്പുറം ഇവർക്ക് വധഭീഷണി ഉൾപ്പെടെ വന്നിരിക്കുന്നു. ഏതായാലും വലിയ നടപടി കൃത്യമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽ വെൻസൺ, വിസ്മയ ന്യൂസ്.